എമ്പതിയെ കുറിച്ച് പറഞ്ഞു. അതെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞ? സ്നേഹത്തെ കുറിച്ച് പറഞ്ഞാൽ പോലെയിരുന്നോ? സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ് നിർത്തിയാൽ പോലെയിരുന്നോ? എന്തിനാണ് കാരുണ്യത്തെ കുറിച്ചുകൂടെ പറയുന്നത്? കാരുണ്യമില്ലാത്തൊരു മനുഷ്യന്റെ കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത് വീട്ടിലൊന്നല്ല, ഒരു ഹോസ്റ്റലിൽ പോലും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പഠിച്ചോ പറയാ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മനുഷ്യൻ ഫീലിങ്സ് ഉള്ള മനുഷ്യനാണ് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ ആ മനുഷ്യന് രണ്ട് കാര്യങ്ങൾ എപ്പോഴും വേണ്ടി വരും കേട്ടോ. ഒന്ന്, ആ മനുഷ്യനെ സ്നേഹിക്കണം. രണ്ടാമത്, ആ മനുഷ്യന്റെ ഫീലിങ്സിനനുസരിച്ച് ആ മനുഷ്യന് കാരുണ്യം കൊടുക്കണം കേട്ടോ എന്നും പറയാണ് പഠിച്ചു. വിവാഹ സമയത്ത് വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് അല്ലെ? ചെറിയൊരു പ്രാർത്ഥനയാണ്. ഒരു പേജിൽ എഴുതിയാൽ ഒരു വരിയിൽ അവസാനിക്കുന്ന അത്രയും ചെറുതാണ്. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഇതാണ് അറബിയിലുള്ള രൂപം. അറബിയിൽ തന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. ഇതിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ആശയം ഇത്രയേ ഉള്ളൂ. പഠിച്ചവനോട് രണ്ടാളുകൾക്ക് വേണ്ടി പറയാ, പഠിച്ചവന് രണ്ടാളുകൾക്ക് നീ ബർക്കത്ത് കൊടുക്കണേ എന്നാണ്. അവനെ നന്മയിൽ ഒരുമിച്ച് കൂട്ടണേ. ചെറിയൊരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞില്ലേ, ഒരു വരിയേ ഉള്ളൂ. പക്ഷെ ആ ഒരു വരി മാത്രമുള്ള ചെറിയ പ്രാർത്ഥനയിൽ ഒരു വാക്ക് 2 പ്രാവശ്യം പറയാം. അതേതാ വാക്ക് എന്നറിയോ? ബർക്കത്ത് എന്നുള്ള വാക്കാണ്. എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് ബർക്കത്ത്? സാധാരണ ബർക്കത്ത് എന്ന് നമ്മൾ പറയാറുള്ളത് പൈസയെ കുറിച്ചാണ്. നല്ലോണം പൈസയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറയും നല്ല ബർക്കത്ത് ഉണ്ടെന്ന് പറയും. എന്നാൽ നല്ലോണം പൈസയുള്ള ഒരാളോട് ചെന്നിട്ട് എന്താണ് ബർക്കത്ത് എന്ന് ചോദിച്ചു നോക്കും. നല്ലോണം പൈസയുള്ള ഒരാളോട് ചെന്നിട്ട് എന്താണ് ബർക്കത്ത് എന്ന് ചോദിച്ചു നോക്കും. അവര് പറയുന്നൊരു വാക്കുണ്ട്, മനസ്സമാധാനം എന്ന് പറയും. അപ്പൊ എന്താണ് ബർക്കത്ത്? അത് സമാധാനമാണ്. ഹാപ്പിനെസ് ഈസ് പീസ്, സമാധാനം. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല കിടക്ക ഏതാണെന്നറിയോ? ബെഡ് ഏതാണെന്നറിയോ? സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ താഴെയുള്ള ബെഡാണ്. ചിലപ്പോൾ അതൊരു ബെഡ് പോലും ആവില്ല, അതൊരു ഷോള് മാത്രമേ ഉള്ളൂ. പക്ഷെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാനും അതിലേറെ സമാധാനത്തോടെ ഉണരാനും കഴിയുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു അനുഭവത്തിന്റെ പേരാണ് ബർക്കത്ത്. അതിനെന്ത് വേണം? ഒരാളുടെ വീടിന്റെ ഉള്ളിൽ അത് ഉണ്ടാവണം അല്ലെ? എൻ്റെ വീടിന്റെ ഉള്ളിൽ സമാധാനം ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ സാധനം പിടിച്ചിട്ട് ഇവിടെ സമാധാനത്തോടെ സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആർക്കും സമാധാനത്തോടെ കേൾക്കാനും കഴിയില്ല. ഒരാൾക്ക് സമാധാനത്തോടെ ഭരിക്കാൻ കഴിയില്ല. ഒരാൾക്ക് സമാധാനത്തോടെ ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. അയാളുടെ വീടിന്റെ ഉള്ളിൽ സമാധാനം ഇല്ലെങ്കിൽ അവസാനം നമ്മുടെ വണ്ടി ഓഫ് ചെയ്ത് ഗേറ്റ് അടച്ച് കയറി ചെല്ലുന്ന ഒരു സ്ഥലമില്ലേ, അവിടെ സമാധാനം ഇല്ലെങ്കിൽ വേറെ എവിടെ സമാധാനം ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല. എന്നാൽ അവിടെ സമാധാനം ഉണ്ടെങ്കിൽ വേറെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ആ വീടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അതാണ് ഈ പ്രാർത്ഥന. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ. വരാനിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ മുഴുവൻ നിങ്ങളുടെ ബന്ധത്തിൽ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് മനസ്സമാധാനം ചൊരിയട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ സാരം. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ 2 കുട്ടികൾക്കും പഠിച്ചവൻ ഈ മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ബന്ധങ്ങളിൽ, വീടിന്റെ അകങ്ങളിൽ പഠിച്ചവൻ സമാധാനം ചൊരിഞ്ഞു തരുമാറാകട്ടെ. 2 ആളുകൾക്കും പ്രിയപ്പെട്ട, വളരെ വിലപ്പെട്ട 2 ആളുകളെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഖദീജ ഹന്നയായിരുന്നാലും ആദിലായിരുന്നാലും അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ 2 ആൾക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ആള് ഈ സദസ്സിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ, ആ 2 ആളുകൾ ഇവിടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും സന്തോഷിക്കുന്ന 2 ആളുകളാണ്. നമ്മളിവിടെ സന്തോഷിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം പഠിച്ചവൻ ആ 2 ആളുകൾക്കും 2 ഉപ്പമാർക്കും അവരുടെ ഖബർ ജീവിതത്തിൽ ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ പഠിച്ചവൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبيك محمد وآله وأصحابه وسلم.